ചൈനയിൽ ക്രിസ്ത്യൻ സഭകൾക്കെതിരെയുള്ള സർക്കാർ നടപടികൾ കൂടുതൽ ശക്തമാകുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ സ്വതന്ത്ര ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊന്നായ സയോൺ ചർച്ചിലെ 30ഓളം പാസ്റ്റർമാരെ ചൈനീസ് അധികൃതർ അറസ്റ്റ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുമതിയില്ലാതെ പ്രസംഗിച്ചു എന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയ പ്രധാന കുറ്റം. കഴിഞ്ഞ ആഴ്ചയാണ് സയോൺ ചർച്ചിന്റെ സ്ഥാപകനായ പാസ്റ്റർ എസ്ര ജിൻ മിങ്രിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തെ കാണാൻ അഭിഭാഷകരെ അനുവദിച്ചിട്ടില്ല. വിവര ശൃംഖലകളുടെ നിയമവിരുദ്ധമായ ഉപയോഗം എന്ന അവ്യക്തമായ കുറ്റമാണ് പാസ്റ്റർ ജിൻ മിങ്രിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ കുറ്റത്തിന് പരമാവധി 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. പ്രമേഹ രോഗിയായ പാസ്റ്റർ ജിന്നിന് ചികിത്സാ സഹായം ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആശങ്ക അറിയിച്ചു. ചൈനീസ് ഭരണകൂടം അംഗീകാരം നൽകാത്ത ഹൗസ് ചർച്ചുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് സയോൺ ചർച്ച്. രാജ്യത്തെ മതങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയങ്ങളുമായി സമന്വയിപ്പിക്കുന്ന സിനിസൈസേഷൻ എന്ന വിപുലമായ നയത്തിന്റെ ഭാഗമായാണ് ഈ അടിച്ചമർത്തൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള കൂറാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും ചൈനയിൽ പ്രധാനമായി കണക്കാക്കുന്നത്. രജിസ്ട്രേഷൻ നിരസിച്ചതിനെ തുടർന്ന് 2018 സയൺ ചർച്ചിന്റെ പ്രധാന ആരാധനാലയം സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. അതിനുശേഷം രാജ്യത്തെ 50ഓളം നഗരങ്ങളിൽ ഭൂഗർഭമായിട്ടാണ് സഭ പ്രവർത്തിച്ചിരുന്നത്. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വ്യാപകമായ അടിച്ചമർത്തലാണ് ഇതെന്നാണ് മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ അഭിപ്രായപ്പെടുന്നത്. സഭയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ചൈനീസ് നടപടിയെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചു. പാർട്ടി നിയന്ത്രണം അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളോടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടുത്ത വിദ്വേഷമാണ് ഇത് കാണിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.